എൻഡ് ഓഫ് ഓക്സ്ട്രേലിയ ഉണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വൺ ടൈം അത്യാവശ്യം എന്റർടൈൻമെന്റ് ചെയ്ത് ഒരു അഡ്വഞ്ചർ മൂവിയൊക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് മൂവിയൊക്കെ കാണണമെങ്കിൽ ഒരു പറ്റിയ പടമാണ് എൻഡ് ഓഫ് ഓക്സ്ട്രേലിയ. അതായത് നമ്മൾ പണ്ട് ജുമാൻജി അല്ലെങ്കിൽ ജേർണി ടു സെന്റർ ഓഫ് ദി എർത്ത് എന്നൊക്കെ പറഞ്ഞ പടമുണ്ട്. ജുമാൻജിയൊക്കെ ഇനിയും പുതിയ വരാറുണ്ട്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ജുമാൻജി ഉണ്ട്, പഴയത്. ആ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ജേർണി പോലെ ഒരു അഡ്വഞ്ചർ സാധനം, അങ്ങനത്തെ പടമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ്, ഭയങ്കര ഒരു 1.5 മണിക്കൂർ, വലിയ സമയം ഡ്യൂറേഷൻ ഉണ്ട്, 1.5 മണിക്കൂർ സമാധാനമായിട്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് രീതി കാണാൻ പറ്റിയൊരു പടം. അപ്പം ഈ പടത്തിന്റെ ത്രെഡ് തന്നെ നൈസ്. എന്ന് പറഞ്ഞാൽ ഒരു ഓക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ പെട്ടെന്നൊരു OM ഹോൾ പോലത്തെ സംഭവം ഉണ്ടാകുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലം മാത്രം, അതായത് ഓസ്ട്രേലിയ കുറച്ച് ഭാഗം മാത്രം അവിടുന്ന് ഡിഗ് ചെയ്ത് ഈ ഡൈനോസൈസ് ഒക്കെ ഉള്ള സമയം, ഈ മെസ്സോയ്ക്ക് ഇറയൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പ്ലാൻ ചെയ്യുന്നു. അതായത് നമ്മളിപ്പം നമ്മുടെ വീടും സ്ഥലവും കൊണ്ട് ഡൈനോസറിന്റെ കാലത്തിലേക്ക്, ആ പാസ്റ്റിലേക്ക്, ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു കോൺസെപ്റ്റാണ്. ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ അവർക്ക് കുറച്ച് വലിച്ചു നീട്ട് 2-2.5 മണിക്കൂറിലേക്ക് കൊണ്ടുപോകുന്നൊരു പടമായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തിട്ടില്ല. ഒരു ക്ലീൻ ആയിട്ട് എന്താണ് അവർക്ക് വേണ്ടത്, പടം തുടങ്ങുന്നു, ഒരു 10 മിനിറ്റിനകം തന്നെ അതിന്റെ മെയിൻ പ്ലോട്ടിനകത്തേക്ക് എത്തുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പോകുന്നു, പിന്നെ പടം എൻഡ് ചെയ്യുന്നു. ഒരു 1.5 മണിക്കൂർ നമുക്ക് അത്യാവശ്യം ബോറടിക്കാതെ കണ്ടിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു പ്രായമുള്ളവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അതായത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ. കാരണം ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണെങ്കിൽ ഫുൾ ടൈം ഇതിങ്ങനെ എരിവ് വലിച്ചോണ്ടിരിക്കും. അതായത് ഈ ഡിനോസൈസിന്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നായകനെ പിടിക്കും, അങ്ങനത്തെ ഉള്ളൊരു സംഭവമൊക്കെ അവർക്കൊരു കുറച്ചുകൂടെ സെറ്റപ്പ് ആവും. സോ അങ്ങനത്തെ ഒരു പടം, നിങ്ങൾക്ക് അഡ്വഞ്ചർ ടൈപ്പ് മോഡൊക്കെ പടമൊക്കെ ഇഷ്ടമാണെങ്കിൽ, അതായത് ഈ ജേർണി, നമ്മുടെ ജുമാൻജിയും ഇതുപോലത്തെ ടൈപ്പ് പടമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ പടം കറക്റ്റായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിന്റെ ഒരു പ്രകടനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലൊക്കെ നോർമലി ഉള്ള രീതിക്ക് ഉള്ള ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത്. മറ്റേ ആനി ഹാത്വേക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. പുള്ളിക്കാരിയുടെ ഒക്കെ പ്രകടനം നല്ലതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് സീൻ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമലി അത് ഞാൻ പറയുന്നില്ല എന്താന്ന്, നോർമലി അത് അങ്ങനെയല്ല വരണ്ടേ, പക്ഷെ അത് പിന്നെ അതിന്റെ എൻഡിങ് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് സീൻ ഉണ്ട്. അതുപോലെ തന്നെ ടിപ്പിക്കൽ ഇതുപോലത്തുള്ള പടങ്ങൾ, ഇപ്പം ഹൊറർ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ ഈ അഡ്വഞ്ചറും അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവൈവൽ പടത്തിലാണെങ്കിലും ടിപ്പിക്കൽ കുറെ സാധനങ്ങളില്ല. അതായത് നമ്മളിപ്പോൾ ചാകാൻ പോകുന്നു, ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയ ചാകുന്ന നിമിഷം, എന്നിട്ടും നമ്മുടെ ഒരു പട്ടിയോ പൂച്ചയോ കാണാതെ പോയാൽ അതിനെ തപ്പി പോകുന്ന ക്ലിഞ്ച് സീനൊക്കെ ഉണ്ട്. ക്ലീശ സാധനമാണ്, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അത് നമുക്കത് കാണുമ്പോൾ ഇപ്പൊ തിയേറ്ററിലാണെങ്കിൽ പോലും ആ ഒരു സീനൊക്കെ വന്നപ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ നമുക്ക് ജസ്റ്റ് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. CGയും കാര്യങ്ങളൊക്കെ ഒത്തിരി യൂസ് ചെയ്തൊരു പടമാണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു ഭയാനകമായിട്ട് AI പരിപാടി അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡയറക്ടർ നമ്മുടെ ഇറ്റ് ഫോളോസ് എന്നൊക്കെ പറഞ്ഞ പടത്തിൻ്റെയൊക്കെ ഡയറക്ടറാണ്. നിങ്ങൾ ആ പടം കണ്ടില്ലെന്ന് കണ്ടു നോക്കുക. അതൊരു അത്യാവശ്യം നല്ലൊരു പടമാണ്. സോ ടോട്ടൽ എനിക്കിതാണ് ഈ എൻഡ് ഓഫ് ഓക്സ്ട്രേലിയ കണ്ടപ്പോൾ ഫീൽ ചെയ്ത കാര്യം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഇറ്റ്സ് മീ അഭിജിത്ത്, യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.